2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ പുറകിൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിജീവിതയുടെ കഥ, അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പല പ്രാവശ്യം സ്വന്തം നായികയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നടി. ആ നടി ഒരു പക്ഷേ ആ പ്രസ്തുത നടന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ടായിരിക്കണമല്ലോ കൊട്ടേഷൻ കൊടുത്ത് അവരവരുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങുന്ന സമയത്ത് അവരെ പീഡിപ്പിക്കുകയും ആ പീഡന രംഗം വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ആ വീഡിയോ നടന് വേണ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുത്ത് അവരത് ആഘോഷിക്കുന്നു. ഇത്ര ക്രൂരമായ ഒരു കർമ്മം മനുഷ്യസഹജമാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. സ്വയം ഒരു ക്രൂരത ചെയ്യുന്നു എന്നുള്ളത് ഒരു പക്ഷെ മനുഷ്യസഹജമായിരിക്കാം ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. പക്ഷേ അത് ആഘോഷമാക്കി മാറ്റി അവരുടെ ജീവിതം തന്നെ തുലയ്ക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു നടൻ, അത് ഈ രംഗത്തല്ലാതെ, സിനിമാ രംഗത്തല്ലാതെ മറ്റൊരു രംഗത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നടനെ ആ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ അതൊരു പിന്നെ അയാൾക്ക് അരുനിന്ന അന്ന് മുതൽ ഇന്ന് വരെ അരുനിൽക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ തന്നെ ഭാഗത്തു നിന്നുള്ള ചിലരിൽ നിന്ന് അത്തരം കാര്യങ്ങൾ വെളിച്ചിട്ട് വന്നിരുന്നു. അതായത് ഇന്നയാളാണ് ഇന്നത് ചെയ്തത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ വെളിച്ചത്ത് വന്നിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് നീതി ഉണ്ടാകും എന്ന് കരുതി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇടതുപക്ഷ സർക്കാരിന് ജനക്ഷേമമല്ല, ജനത്തെ സൂക്ഷിക്കുകയോ കരുതുകയോ ചെയ്യലല്ല, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കലാണ് പ്രധാനപ്പെട്ട യജ്ഞം എന്ന് പിന്നെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ചെയ്തികൾ. അധികം താമസിയാതെ തന്നെ, അതായത് വളരെ ക്ലിയറായ എവിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നടി ഈ അതിജീവിത തന്നെ കേസുമായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ അറിയുന്നു. കോടതി പിന്നെ വളരെ കൃത്യമായി തന്നെ ആളെയും ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ആ കേസ് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ കൃത്യമായിട്ട് ആളെ അറിഞ്ഞിട്ടും അതിജീവിത തന്നെ മുന്നോട്ട് വന്ന മൊഴികൾ നൽകിയിട്ട് പോലും വേണ്ട ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആകെ ഉണ്ടായ ആക്ഷനാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത്. അതും വളരെ താമസിച്ച്. അങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞിട്ടും അതെ ധാരാളം സമയമുണ്ടായിരുന്നു. ഇതിന്റെ വിധി വരുമ്പോഴും ഒക്കെ അവസരമുണ്ടായിരുന്നു ഗവൺമെന്റിന് സ്വന്തം നയം പ്രഖ്യാപിക്കാൻ. പക്ഷെ സ്വന്തം നയം ആ നടനോടൊപ്പമാണ് എന്നാണ് നാം എല്ലാം ഇതുവരെ മനസ്സിലാക്കിയത്. ഇന്നേ തീയതി വരെ നാം അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ആർക്കാണ് സുരക്ഷയുള്ളത്? ആരുടെ കൂടെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകൾ നിൽക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ആ ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി തന്നെ നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന വസ്തുതകൾ ആരെയും പേടിപ്പിക്കുന്നതാകുന്നു. അതായത് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന അഭിനേതാക്കൾ, ആ അഭിനേതാക്കളുടെ മുഖപടം അഴിഞ്ഞു വീഴുന്ന ഒരവസ്ഥ. ആ മുഖപടം അഴിഞ്ഞു വീഴുമ്പോൾ എത്ര ജീർണിച്ച രൂപങ്ങളാണ് ആ മുഖപടത്തിനകത്ത് നാം കാണുന്നത്. നാം ആദരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഫിലിം സ്റ്റാറിനെ ആരാധിക്കാനൊന്നും പോവില്ല. അതിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഇവരൊക്കെ അഭിനയിക്കുന്നത് പോലെ അഭിനയിക്കാൻ സിദ്ധിയുള്ളവർ ധാരാളം പേര് നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. പിന്നെ ചിലർ ആ രംഗം ചൂഷണം പിന്നെ തെരഞ്ഞെടുത്ത് പോകുന്നു എന്ന് മാത്രം. അപ്പോ അങ്ങനെ പോയവരാണ്, നല്ല നടന്മാരും നടിമാരുമായി മുദ്രകുത്തപ്പെട്ടവരാണ് ഈ തരത്തിലുള്ള ചെയ്തികളിലേക്ക് പോകുന്നത്. ഇത്ര ബീഭത്സമായ രീതിയിൽ
സഹപ്രവർത്തകരോട് പ്രവർത്തിക്കുന്നത്. അതായത് എനിക്ക് തോന്നാറുണ്ട്, പലപ്പോഴും തോന്നിയിട്ട് ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തോന്നിയിട്ടുള്ളതാണ്, സാധാരണ രീതിയിൽ നാം നമ്മുടെ ഭാവശുദ്ധിയെ പറ്റിയൊക്കെ, സ്ത്രീകളുടെ ഭാവശുദ്ധിയെ പറ്റിയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് എല്ലാ മതക്കാർക്കും എല്ലാ ജാതികൾക്കും. സ്ത്രീകളുടെ ഭാവശുദ്ധി, അവരുടെ ചാരിത്രം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്, വലിയ ഉയർത്തിപ്പിടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ചാരിത്രത്തോടുകൂടി ഒരു പെണ്ണിനും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വളരെ വർഷങ്ങളായിട്ട്, അതായത് മലയാള സിനിമയുടെ ആരംഭം മുതൽ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ആരംഭം മുതൽ ഇത് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിലനിന്നത്. പക്ഷെ അത് അങ്ങനെ ഇത്ര ബീഭത്സമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ട് പോലും നാം ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന ചില സംവിധായകരുണ്ട്, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയൊക്കെ ഉള്ളവര്. ഇത്തരക്കാര് പോലും ഈ ഫിലിം വേൾഡ്, ഒരു പക്ഷെ അതുകൊണ്ടാകാം അദ്ദേഹമൊക്കെ സംവിധാനമൊക്കെ നിർത്തി, അതായത് നിർത്തിയെന്നല്ല ഞാൻ പറയുന്നത്, ഈ തരക്കാരുടെ കൂടാതെ വേറിട്ട് നിൽക്കുന്ന അനുഭവമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പല സംവിധായകരെയും നമുക്കറിയാം ഈ കൂടാതെ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഒരു പക്ഷെ ഈ വേറിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ ഈ ചതിക്കുഴികളെ പറ്റി അറിയുന്നവരും അതിനെതിരെ സംസാരിക്കുന്നവരും നിലപാടെടുക്കുന്നവരുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം അത്തരക്കാർ ഇങ്ങനെ വേറിട്ട് നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാമായിരുന്ന വലിയ വലിയ നേട്ടങ്ങൾക്ക് ഒരുപക്ഷെ അവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അവസരങ്ങൾ. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഓർക്കണം. ഇവർക്ക് അവാർഡുകൾ കൊടുക്കുന്നു. ആരാണ് അവാർഡുകൾ കൊടുക്കുന്നത്? സംസ്ഥാന അവാർഡുണ്ട്, കേന്ദ്ര അവാർഡുണ്ട്. അങ്ങനെ ഈ അവാർഡ് കമ്മിറ്റികളെയും ഇത്തരം നടന്മാരൊക്കെ സ്വാധീനിക്കാറുണ്ടായിരിക്കും, അവാർഡൊക്കെ സ്വന്തം പോക്കറ്റിലേക്ക് വരത്തക്ക രീതിയിൽ. അതെന്തുമാകട്ടെ, പക്ഷെ ഈ അവാർഡുകൾ കൊടുക്കുന്നതൊക്കെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് എന്ന് ഓർക്കണം. ഇവര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഓരോ ഫിലിം അഭിനയിക്കുമ്പോൾ അതിനുള്ള ഇത് സ്വീകരിക്കുന്നു. അഭിനയത്തിന്റെ കൂലിയായിട്ട് സ്വീകരിക്കുന്ന ലക്ഷങ്ങളും കോടികളും ഒക്കെ ആയിരിക്കും. ഈ ലക്ഷങ്ങളും കോടികളും കൊടുത്തായിരിക്കും അതിൽ നിന്നൊരു ഭാഗം ചെറിഞ്ഞിട്ടാകാം ആരാധകരെ സൃഷ്ടിക്കുന്നു. ഇത്തരം ആരാധകരെ പറ്റി നമുക്ക് എന്താണ് തോന്നേണ്ടത്? അതായത് ഈ ആരാധകർ എന്ന് പറയുന്ന ഒരു വർഗം, അവരെ തീർച്ചയായിട്ടും സ്വമേധയാ ഒരു നടന്റെയോ മറ്റോ പുറകില് ഇങ്ങനെ അയ്യോ എനിക്ക് വലിയ ആരാധനയാണ് എന്ന് പറഞ്ഞു ചെല്ലാൻ സാധാരണ സുബുദ്ധിയുള്ളവർക്ക് പറ്റില്ല. അപ്പൊ അതിൽ ഇത്തിരി താഴെയുള്ളവരായിരിക്കും തീർച്ചയായിട്ടും ആരാധക വൃന്ദം. എന്തുമാകട്ടെ, ആരാധക വൃന്ദം അങ്ങനെ നടക്കട്ടെ. പക്ഷെ അവർക്ക് ഇവരെറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പീച്ച കണ്ടായിരിക്കണം പോകുന്നത്. അതെ, നടീനടന്മാരുടെ പുറകെ ആരാധക വൃന്ദം ചെല്ലത്തക്ക എന്തെങ്കിലും ഒരു മാസ്മരിക ശക്തി അവരിൽ ആരിലും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. നമ്മൾ ഇനി ഫിലിം വേൾഡിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരം കഥകളൊക്കെ പുറത്തറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ പെൺമക്കളെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വിടുന്നതിന് ഉത്സാഹം കാണിക്കുകയില്ലായിരുന്നു എന്ന്. അതായത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ കാലത്ത് തന്നെ ഏതൊക്കെ അതായത് സ്വന്തം വ്യക്തിത്വത്തെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് പഠിപ്പിക്കുന്നത് മാതാപിതാക്കളാണ് ആദ്യം. ശൈശവം വിട്ട് അവര് കൗമാരത്തിലേക്ക് കാല് കുത്തുന്ന സമയത്ത് തന്നെ ഇത്തരം പാഠങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ മാതാപിതാക്കൾ അവരുടെ ജീവിതം കൊണ്ട് തന്നെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഈ കാണാൻ കൊള്ളാവുന്ന കുട്ടികളൊക്കെ സിനിമയിൽ പോയി ജീവിക്കണം എന്ന ഒരു മാതാപിതാക്കളും പണ്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ വളരെ വിരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ പോകുന്നു എങ്കിൽ പോലും, അതായത് ഇപ്പൊ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പോ മാതാവോ പിതാവോ ആര് കൂടെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ അവർക്ക് ആർക്കും സാധിക്കില്ല. അപ്പോ പിതാവ് പുറത്ത് കാവലിരിക്കുകയായിരിക്കാം.
ഇതിനകത്ത് കാരവാനിലകത്താകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താകട്ടെ ഈ ലൊക്കേഷനിൽ വെച്ച് ഈ നടിയോ അല്ലെങ്കിൽ സഹനടിയോ ആരുമാകട്ടെ സ്ത്രീ രൂപത്തിലുള്ള ഏതിനെയും അവിടെ പീഡിപ്പിക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ആരെങ്കിലും ഇതിന് മുൻപ് ഈ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന നടിമാർ തന്നെ സത്യസന്ധമായി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇതാണ് അവിടെ സംഭവിക്കുന്നത്, ഞാൻ ഇതിനോട് ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് ഒരിക്കൽ ഒരു നടിയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിന് മുൻപ് തന്നെ മാറ്റങ്ങൾ വരുമായിരുന്നു.